السلام عليكم ورحمة الله. بسم الله والحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه الموفين بعهده. ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, മറ്റു വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, സർഗവസന്തം പൂത്തലിയുന്ന സൈക്കസിന്റെ പ്രൗഢഗംഭീരമായ വേദിയിൽ തസവ്വുഫ് സൂഫിസം മുതലെടുപ്പുകൾ മതത്തെ വികലമാക്കുമ്പോൾ എന്നതാണ് പ്രതിപാദ്യ വിഷയം. പ്രസ്തുത വിഷയത്തിൽ ഒരല്പം നിങ്ങളുമായി സംവദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നാഥൻ തുണക്കുമാറാവട്ടെ. ആദ്യം എന്താണ് സൂഫിസം എന്നറിയേണ്ടതുണ്ട്. സൂഫിസം എന്ന് പറഞ്ഞാൽ നിർവചിക്കാൻ കഴിയാത്ത ഒന്നാണ്. സ്നേഹം എന്തെന്ന് ചോദിച്ചാൽ എന്താ നിർവചിക്കാൻ കഴിയുള്ളൂ. അതുപോലെ സൂഫിസം എന്നത് ചോദിച്ചാൽ നിർവചിക്കാൻ കഴിയാത്ത ഒന്നാണ്. എന്നാലും ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ പറയാം: ഖാലിഖായ അള്ളാഹുവിൽ അവന്റെ ചിന്തകളെ മൊത്തത്തിൽ തളച്ചിടുന്നതിനാണ് സൂഫിസം എന്ന് പറയുന്നത്. അവന്റെ ചിന്തയിൽ അള്ളാഹു മാത്രം എന്ന് ചിന്തിക്കുന്നതിനാണ് സൂഫിസം എന്ന് പറയുന്നത്. മുഖപരമായി സൂഫിസം എന്തെന്ന് വിശദീകരിക്കേണ്ട താല്പര്യം വ്യാജ സൂഫിസത്തെ അള്ളാഹു മാത്രമല്ല കൽബിൽ, മറിച്ച് പണവും പ്രശസ്തിയും ആഗ്രഹം വെച്ച് പുലർത്തുന്നവരെ ഇതിൽ നിന്ന് പുറത്താക്കാനാണ് സൂഫിസം. മുഖപരമായി സൂഫിസം പറയുന്നതിന്റെ താല്പര്യം ഒരാളുടെ കുപ്പായ നീളം കൂടിയതുകൊണ്ടോ താടിയുടെ വലിപ്പം കൂടിയതുകൊണ്ടോ വലിയ തലയെക്കെട്ടിട്ടത് കൊണ്ടോ 4 മീറ്റർ ഒല്ലി ഇട്ടത് കൊണ്ടൊന്നും ഒരാൾ സൂഫിയായില്ല. ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും നാം കൊണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മതത്തെ വികലമാക്കുന്ന രൂപത്തിൽ കുഫ്രിയത്തിന്റെ വാദവും പ്രചരിപ്പിച്ച് സൂഫിസം എന്ന് പറഞ്ഞ ആളുകളെ പറ്റിക്കുന്നതാണ് നാം നിരന്തരം സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂഫിസം എന്നുള്ളത് ഒരിക്കലും അത് പുറത്ത് പ്രകടമാകുന്ന ഒന്നല്ല, മറിച്ച് ഇന്ന് മനുഷ്യർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് സൂഫിസം എന്നാൽ അത് പുറത്തു കാണുന്ന പ്രൗഢിയാണ് എന്നുള്ളതാണ് സാധാരണക്കാർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അല്ലാഹു തആല പറഞ്ഞില്ലേ, പറഞ്ഞില്ലേ, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. അല്ലാഹു ഒരിക്കലും നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കില്ല, നിങ്ങളുടെ ശരീര ഭംഗിയിലേക്ക് നോക്കില്ല. അല്ലാഹു തആല നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. അല്ലാഹു തആലയുടെ നോട്ടം ഹൃദയത്തിലേക്കാണ്. തങ്ങൾ പറഞ്ഞത് എന്ന് 3 തവണയാണ് തങ്ങൾ നമ്മൾ ഉത്ബോധനാക്കിയത്. അപ്പോൾ സൂഫിസം ഒരിക്കലും ശരീരത്തിൽ കാണുന്ന പ്രൗഢിയല്ല. ഇന്ന് സോഷ്യൽ മീഡിയയിൽ നാം അറിയാം, സൂഫികൾ എന്ന് പറഞ്ഞ് നീളമുള്ള തൊപ്പിയുമിട്ട് വലിയ ഒല്ലിയുമിട്ട് ഈ തല അടിയിൽ തട്ടുകയും മറ്റേ തല അടിയിൽ തട്ടുകയും ചെയ്യുന്ന ഒല്ലിയിട്ട് സാധാരണക്കാരായ സാധു ജനങ്ങളെ പറ്റിക്കുന്ന കപട സൂഫികളെയാണ് നാം ഇന്ന് സോഷ്യൽ മീഡിയ നിരന്തരമായി കണ്ടുവരുന്നത്. സത്യത്തിൽ സൂഫിസം എന്നുള്ളത് സൂഫികളുടെയൊക്കെ നേതാവായി സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു നമുക്ക് അദ്കയിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്താ നീ പരിത്യാഗം ചെയ്യേ, നീ ദുനിയാവിനെ അങ്ങ് വെടി. എന്താ പരിത്യാഗം? അതെന്താണ്? അലാഖത്തു ഖൽബിക ബിൽ മാൽ. നിന്റെ കൽബിനെ മാലിനോടുള്ള ബന്ധത്തെ ഇല്ലാതാവലാണ്. ലാ ഫഖദുൽ ലഹു, ആ മാലില്ല എന്നല്ല, നീ ബുദ്ധിയുള്ളവനാവാ. അഥവാ സൂഫികൾ എന്ന് പറഞ്ഞാൽ മുതലില്ലാത്തവർ എന്നർത്ഥമില്ല. അവർക്ക് മുതലുണ്ടാവാം, പക്ഷേ മുതലിനോട് അവർക്ക് ആർത്തി ഉണ്ടാവില്ല. ഇന്ന് കാണുന്ന സൂഫികൾ ജനങ്ങളെ പറ്റിച്ച് മുതലിനോട് ആർത്തിയുള്ളവരായി ജനങ്ങളെ പറ്റിച്ച് ധാരാളം പൈസ പോക്കറ്റിലാക്കാൻ ശ്രമിക്കുന്നവരാണ്. അവർക്ക് മുതലിനോടുള്ള ആർത്തിയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂഫികളുടെ നേതാവായ മാലിക് നമ്മുടെ മുസ്രിസിൽ, കോഴിക്കോട് മുസ്രിസിൽ കപ്പലിറങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു അപ്പു എന്ന ഒരു ഹൈന്ദവ സഹോദരൻ മാനവറുകൾക്ക് വെള്ളം കൊടുക്കുന്നുണ്ട്. മാനവറുകൾ വെള്ളം നേരെ വേഗം കുടിക്കൽ ചെയ്യുന്നത്, ഒരു വിദേശിയാണെന്ന് കരുതി വെള്ളം കൊടുക്കുമ്പോൾ നേരെ എടുത്ത് മാനവർ അതിന് കുടിക്കൽ ചെയ്യുന്നത്. മാനവർ അന്വേഷിക്കുകയാണ്, ഇത് എവിടെ നിന്ന് കിട്ടി, ഇതെന്താ, ഇതിന്റെ പിൻഭാഗം എന്താണ്, ഇത് എവിടെ നിന്നാണ് മോനെ നീ കൊണ്ടുവന്നത്? അപ്പു വന്ന സഹോദരനോട് മാനവർ ചോദിച്ചറിയാണ്. ഇതാണ് സൂഫിസം. അല്ലാതെ സോഷ്യൽ മീഡിയ കാണുന്ന മറ്റുള്ള ജനങ്ങളെ പറ്റിച്ച് പൈസ പോക്കലാക്കുന്നതിന്റെ പേരല്ല സൂഫിസം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്.
ഇന്ന് നമുക്കറിയാം സൂഫികൾ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കുന്ന സൂഫി ഇസ്ലാമിക് ബോർഡൊക്കെ നമുക്കറിയാം. അവരുടെയൊക്കെ പറയുന്നത് എന്താ? ശ്രീശങ്കരന്റെ തത്വമസി എന്നൊക്കെയാണ്. ആ ഒരു ശ്രീശങ്കരന്റെ ഹന്ത്രമസിയാണ് അവരൊക്കെ അവലംബമായി. നമുക്ക് ഖുർആൻ അവലംബമായി പറയുമ്പോൾ അവർ ശ്രീശങ്കരന്റെ ഹന്ത്രമസി അവലംബമായി പറയുകയാണ്, ഞാൻ ദൈവമാണ്, നിങ്ങൾ ദൈവമാണ്, എല്ലാവരും ദൈവമാണ്, എല്ലാവരുടെ ഉള്ളിലും ദൈവമുണ്ട്. എന്ത് കുഫ്രിയത്തിന്റെ വാദം പരത്തി സൂഫികൾ എന്ന് അടിക്കുന്നു. ഇതൊരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. മുസ്ലിങ്ങളായി നമുക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. അതിനാൽ കറക്റ്റായിട്ടുള്ള സൂഫികളെ ഈ സമൂഹത്തിന് ഉത്ബുദ്ധരാക്കി കൊടുക്കൽ, കൃത്യമായിട്ടുള്ള സൂഫികൾ എന്താണ് മനസ്സിലാക്കി കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. സോഷ്യൽ മീഡിയയിലും മറ്റുമായി ഇന്ന് പ്രചരിക്കുന്ന കള്ളവാദങ്ങൾക്കെതിരെ നാം പ്രതികരിക്കണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അറിവാകുന്നു 35ാമത് മത്സരഫലം പ്രൈമറി ലെമൺ സ്പൂൺ. തേർഡ് ലെറ്റർ ബി ഹസീബ് ടീം ഒലിവേൻ ബി ഗ്രേഡ് 4 points. സെക്കൻഡ് ലെറ്റർ എ അബാദ് ടീം ഒയാസിസ് ബി ഗ്രേഡ് 6 points. ദി ഫസ്റ്റ് ലെറ്റർ എഫ് സഹൽ UK ടീം ഒയാസിസ് ബി ഗ്രേഡ് 8 points. ആവേശകരമായ 35 മത്സരഫലങ്ങൾക്ക് ശേഷം ടീമുകളുടെ പോയിന്റ് സ്റ്റാറ്റസ്: 289 പോയിന്റുകൾ സ്വന്തമാക്കി ടീം ഓർക്കിഡ് മൂന്നാം സ്ഥാനത്ത് നിലയുറപ്പിക്കുന്നു. 289-നെതിരെ 314 പോയിന്റിനെതിരിൽ 314 പോയിന്റ് നേടി ടീം ഒലീവിൻ രണ്ടാം സ്ഥാനത്തേക്ക്. 314-നെതിരിൽ 348 പോയിന്റുകൾ സ്വന്തമാക്കുന്നു ടീം ഒയാസിസ്. ഒന്നാം സ്ഥാനത്തും കുതിക്കുന്നു. അഭിനന്ദനങ്ങൾ വേദിയിൽ തുടരുന്നു. മാസ്റ്റർ എഡ്യൂക്കേഷൻ മലയാളം ലെറ്റർസ്. വിഷയം ജെൻഡർ രാഷ്ട്രീയത്തിന്റെ ദാർശനിക പ്രതിസന്ധികൾ.